നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും റാൻഡമായിട്ട് ഒരു പാറ്റേൺ ഫോം ചെയ്ത് എന്തെങ്കിലും പ്രശ്നങ്ങളായിക്കോട്ടെ, എന്തെങ്കിലും ഇൻസിഡൻസ് ആയിക്കോട്ടെ, റാൻഡമായിട്ട് നമുക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുന്ന, ഗസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേണിൽ എന്തെങ്കിലും ഇൻസിഡൻറ്റ് വരുന്നുണ്ടെങ്കിൽ ഒബ്സർവ് ചെയ്യുക. സംതിങ് ദെയർ. ബൈ ദ വേ, ഐ ആം സൂരജ്. സംതിങ് മിസ്റ്റീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ റെഗുലറായിട്ട് ഒന്നോ രണ്ടോ തവണയിൽ കൂടുതൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ വെറുതെ അത് തോന്നിയതായിരിക്കും എന്ന് വിചാരിച്ച് തള്ളിക്കളയാതെ അതിനെ ഒബ്സർവ് ചെയ്യുക. നമ്മൾ ഈ സ്പിരിച്വൽ അവേക്കനിങ് എന്ന് കേട്ടിട്ടുണ്ടാവും. എന്താണ് ആക്ച്വലി ഈ സ്പിരിച്വൽ അവേക്കനിങ് എന്ന് പറഞ്ഞാൽ? ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ എന്താണ് സ്പിരിച്വൽ എന്നുള്ളത് ഞാൻ ബ്രീഫായിട്ട് നല്ല വ്യക്തമായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സ്പിരിച്വൽ അവേക്കനിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സോൾ ഈസ് അവേക്കനിങ്. അത് നമ്മുടെ ആത്മാവ് ഉണരുകയാണ്. ഇറ്റ്സ് എ വണ്ടർഫുൾ ബ്ലെസ്സിങ്. ഈ സ്പിരിച്വൽ അവേക്കനിങ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? മെയിനായിട്ട് ഈ സ്പിരിച്വൽ അവേക്കനിങ്ങിൽ വരുന്നത് വെച്ചാൽ അതുവരെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങും. നമ്മൾ ആ കാര്യങ്ങൾ നമ്മൾ പിന്നീട് ചെയ്യുന്ന രീതി, നമ്മൾ പെർസീവ് ചെയ്യുന്ന രീതി എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഒരു ത്രീ ഡേയ്സ് കഴിഞ്ഞിട്ട് ഒരു കാര്യം നടക്കുന്നു, അത് കഴിഞ്ഞ് വീണ്ടും ഒരു 4 days കഴിഞ്ഞ കാര്യം നടക്കുന്നു, വീണ്ടും 3 days കഴിഞ്ഞ് വീണ്ടും ഒരു കാര്യം നടക്കുന്നു, 4 days കഴിഞ്ഞ് അങ്ങനെ 3, 4, 2, 3, 1, അങ്ങനെയൊക്കെ ഓരോ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഇൻസിഡൻസ് ഒബ്സർവ് ചെയ്യാൻ നമുക്ക് മനസ്സിലാവും. നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒരു കാരണവശാലും സോൾവ് ആവത്തില്ല. കാര്യം അടുത്ത പുതിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നമ്മൾ ഈ പാറ്റേൺ ഫോളോ അപ്പ് ചെയ്ത് അതിന് എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ അത്രയും സെൻസിറ്റീവ് ആവും. ഈവൻ ചെറിയൊരു മൂവ്മെന്റ് പോലും നിങ്ങൾക്ക് സെൻസ് ചെയ്യാൻ പറ്റും. ഈവൻ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ചെറിയ മൂവ്മെന്റ്സും വൈബ്രേഷൻസും ഫ്രീക്വൻസീസ് വരെ നിങ്ങൾ സെൻസ് ചെയ്യാൻ തുടങ്ങും. ഈ ചെറിയ കാര്യങ്ങൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് ലൈഫ് ഭയങ്കര ഹാർഡായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ എവിടെ നോക്കിയാലും റിപ്പീറ്റ് ആയിട്ടുള്ള ഏഞ്ചൽ നമ്പേഴ്സ്, അതായത് റിപ്പീറ്റഡ് നമ്പേഴ്സ്, അത് നമുക്ക് 1, 1, 1, 1, 2, 2, 2, 3, 3, 3, 3 അങ്ങനെ കുറേ നമ്പേഴ്സ് എവിടെ പോയാലും ഇങ്ങനെ റിപ്പീറ്റ് ഉള്ള നമ്പേഴ്സ് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കും. നമ്മൾ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു ജീവജാലവും എന്താ പറയുക കോസ്മിക് യൂണിവേഴ്സും തമ്മിൽ ഒരു ബ്രിഡ്ജാണ് ഈ 11 എന്ന് പറയുന്നത്. അപ്പൊ 11, 12 എന്ന് പറയുന്ന നമ്പേഴ്സും അത് ഫുള്ളി കോസ്മിക് ആണെന്നും പറയാറുണ്ട്. നമ്മൾ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അതിന്റെ ഓരോന്നിനും ഒരുപാട് മീനിങ്സും കാര്യങ്ങളും. അത് നമ്മുടെ മനസ്സിലുള്ള ക്വസ്റ്റ്യൻസും നമ്മുടെ മനസ്സിലുള്ള സിറ്റുവേഷൻസ് ആയിട്ട് എന്തെങ്കിലും രീതിയിൽ കണക്ട് ചെയ്യുന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക. ഇറ്റ്സ് എ വേ ടു യുവർ സോൾ. കൂടുതൽ ഇൻഫർമേഷൻസ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോസിൽ വരാം. ടിൽ ദെൻ, ദിസ് ഈസ് സൂരജ്. താങ്ക് യു. ബൈ.